കേരളത്തിൽ വഹാബിസം വളർന്നു വരുന്നു എന്ന് കണ്ട കാലത്താണ് 1926 സമസ്ത എന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത് എന്നുള്ളതാണ്. സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന്, മുസ്ലിമീങ്ങൾ, കേരള മുസ്ലിമീങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലായി അടിയുറച്ചു നിൽപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക, വഹാബിസത്തെ എതിർക്കുക, ഇവിടെ പുത്തൻവാദം കേരളത്തിൻ്റെ മണ്ണിൽ വേരൂന്നാത്ത രീതിയിലേക്ക് പുത്തൻവാദത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇതൊരു പുത്തൻവാദമാണെന്നും ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലെന്നും റസൂലുള്ള മുന്നോട്ട് വെച്ച ഇസ്ലാമല്ല ഇവർ പ്രചരിപ്പിച്ചത് കൊണ്ടിരിക്കുന്നത് എന്നും കേരള മുസ്ലിം ജനതയെ മനസ്സിലാകും വിധം പഠിപ്പിക്കാനാണ് സമസ്ത എന്ന പ്രസ്ഥാനം രൂപീകൃതമായത് എന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പിൽക്കാലത്ത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നികൾക്കിടയിൽ സമസ്ത എന്ന പ്രസ്ഥാനം ഭൗതികപരമായും മതപരമായും വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിലേക്ക്, മുസ്ലിം ഉമ്മത്തിനെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതിലേക്ക് സമസ്ത കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഫാത്തിഹ ഓതുന്നത് അറിഞ്ഞുകൂടാത്ത മുസ്ലിം പേരുധാരികളായ ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിൽ സാഹചര്യം തികച്ചും മാറ്റമാണ്. കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് അവർക്ക് ഫാത്തിഹ ഓതുന്നത് അറിയാം എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബാലപാഠം മുഴുവനും മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാം എന്നുള്ളതാണ്. ബാലപാഠം എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം ഒരു മുസ്ലിം എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെയും പഠിച്ചുകൊണ്ടാണ് സമസ്തയുടെ കീഴിൽ, അന്ന് സമസ്ത തുടങ്ങി വെച്ച ഈ മദ്രസ സംവിധാനത്തിന് കീഴിൽ ഓരോ മുസ്ലിമും പഠിച്ചിറങ്ങുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു സംവിധാനമാണ് സമസ്ത എന്ന് പറയുന്നത്. അപ്പൊ ആ സമസ്ത ഇന്ന് 100-ാം വർഷം, 1926 ആരംഭം കുറിച്ച സമസ്തക്ക് 2026 എത്തുമ്പോഴേക്ക് 100 വർഷം തികയുന്നതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് സമസ്തയുടെ ശതാബ്ദി യാത്ര അങ്ങ് കേരളത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതിനിടക്ക് സമസ്തക്ക് ഒരു പിളർപ്പുണ്ടായി. സമസ്ത EK വിഭാഗമെന്നും സമസ്ത AP വിഭാഗം എന്ന ഒരു പിളർപ്പൊക്കെ അതിനിടക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു EK വിഭാഗം നയിക്കുന്ന സമസ്ത കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് എത്തുമ്പോഴേക്ക് വീണ്ടും പിളരുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലീഗ് അനുകൂല വിഭാഗം, ലീഗ് പ്രതിരോധ വിഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തക്കുള്ളിൽ 2 വിഭാഗമായി തിരിയുന്നു എന്ന് മാത്രമല്ല, ഈ ശതാബ്ദി യാത്രയെ ഒരു വിഭാഗം ബഹിഷ്കരിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ചർച്ചയാവാനുള്ള, നമ്മളിത് സംസാരിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളുടെ മതപരമായ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച സമസ്തയിൽ പിൽക്കാലം മുതലേ ഉയർന്ന പണ്ഡിതന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് അണിനിരക്കുന്ന ശിഷ്യന്മാരുള്ള ഈ ഒരു സമസ്തക്ക്, അല്ലെങ്കിൽ സമസ്ത മുശാവറയിലെ 40 അംഗങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമസ്തയിലെ വലിയ പണ്ഡിതന്മാർ പറയുന്നത് പോലെ അനുസരിച്ചു കൊണ്ട് പോകുന്ന ലക്ഷോപലക്ഷം അണികളുള്ള ഈ സമസ്തയിൽ ഇന്ന് ഈ സമസ്ത എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പണ്ഡിതന്മാരെ പോലെയും നേതൃത്വത്തെ പോലെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമസ്ത എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എല്ലാം പറയുന്നതിന് മുമ്പ് ജിഫ്രി തങ്ങൾ ഇന്നലെ പറഞ്ഞ ചെറിയ ഒരു വാക്ക് അത് നമുക്കൊന്ന് കേൾക്കാം. ഒരു ബന്ധത്തിനൊരു തകരാറില്ല, അതാണിപ്പോൾ കണ്ടുപോയിരുന്നത്. പിന്നെ വേറൊന്നുകൂടി പറയാണ്ട് അതുകൂടി കേട്ടോളൂ. അതായത് പിന്നെ നമ്മളെ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൽ ചിലരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെ പ്രത്യേകമാവുന്ന ചില നേതാക്കന്മാരൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും നാസർ ഫൈസി നമ്മളൊരു അസിസ്റ്റൻ്റ് പിന്നെ ഡയറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ അതാണ് ജിഫ്രി തങ്ങൾ എന്താണ് ഈ പറഞ്ഞത്. ചില നേതാക്കന്മാരും മറ്റുമൊക്കെ നിരന്തരമായി അറിയിച്ചതുകൊണ്ട് ഈ ഫൈസി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, ഈ പരിപാടിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിച്ചിട്ടുണ്ട്. അതോടുകൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. അതായത് ഇതുവരെ
ഇദ്ദേഹത്തിന് ഈ സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഈ ജാഥയുമായി ഈ യാത്രയോട് സഹകരിക്കാതിരുന്നത് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രശ്നങ്ങൾ ഇതോടുകൂടെ പരിഹരിച്ചു, മഞ്ഞുരുക്കി എന്നൊക്കെ പറയുമ്പോൾ ഇതോടുകൂടെ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഇവർ അടികൂടിയിരുന്നത്, ബഹിഷ്കരിച്ചിരുന്നത് എന്നാണല്ലോ അതിൻ്റെ ആകസാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പണ്ഡിത ശോഭ ജിഫിരി തങ്ങൾ, അദ്ദേഹം ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഏത് രീതിയിൽ പാണ്ഡിത്യം കൊണ്ട് നോക്കുകയാണെങ്കിലും തങ്ങൾ കുടുംബത്തിൽപ്പെട്ട അഹ്ലുബൈത്തായി നമ്മൾ പരിഗണിക്കുകയാണെങ്കിലും ഏതു വിധത്തിലും പരിഗണിക്കേണ്ട ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥ, ഒരു യാത്ര, അതും അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിലേക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിമാന പ്രസ്ഥാനമായ സമസ്ത 100 വർഷം തികയുന്നതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിനിടയിൽ ഈ സമസ്തയെ ഇവിടെ വളർത്തുവാൻ വേണ്ടിയും ഇതിവിടെ 100 വർഷമായി ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങളെയും മാലോകരെയും ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയും സമസ്തയുടെ പ്രവർത്തനം ഒന്നുകൂടി പരിപോഷിപ്പിക്കുവാനും വേണ്ടി തൻ്റെ വാർദ്ധക്യകാലത്ത് അദ്ദേഹം നയിക്കുന്ന ഒരു യാത്രയുടെ പേരാണ് ശതാബ്ദി യാത്ര എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ദുനിയാവിലേക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല. അതായത് നമുക്കറിയാം, സമസ്തയുടെ ഏറ്റവും വലിയ, ഏത് രീതിയിൽ സമസ്തയെ നാം പരിഗണിക്കുകയാണെങ്കിലും സമസ്ത എന്ന് പറയുന്നത് ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമേ അല്ല. നമുക്കറിയാം, ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുസ്ലിം ലീഗ്, അതുപോലെ CPIM, അങ്ങനെ തുടങ്ങി BJP തുടങ്ങി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഭൗതികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അത്യാവശ്യവും അനിവാര്യവുമായ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാകുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്ക് ഈ ദുനിയാവിൽ ചിലപ്പോൾ ആവശ്യമായി വരുന്ന ഒരു സാധനമാണ്. എന്നാൽ സമസ്ത എന്ന് പറയുന്നത് ദീൻ വളർത്തുവാൻ വേണ്ടിയുള്ള സംഘടന എന്ന നിലക്ക് നമുക്ക് ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ചേരുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. അപ്പോൾ ദീൻ എന്താണ് പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൈവരുന്നത്, അത് സ്ഥാനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട ഒരു സാധനമല്ല, നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒരു സാധനമാണ്. ദീൻ പഠിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരു പള്ളി സെക്രട്ടറിക്ക് പോലും അല്ലെങ്കിൽ ഒരു പള്ളി പ്രസിഡന്റിന് പോലും ചെറിയ എന്തെങ്കിലും ഒരു സ്ഥാനമുള്ള ഒരു വ്യക്തിക്ക് പോലും എല്ലാറ്റിനും ചോദ്യമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും വാശി പിടിച്ച് തർക്കം കൂടി ബഹിഷ്കരിച്ച് നേടിയെടുക്കേണ്ട ഒരു സാധനമല്ല. അത് കേരള മുസ്ലിമീങ്ങളെ കൃത്യമായി പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ പണ്ഡിതന്മാരെ ബഹിഷ്കരിക്കുന്ന ഒരു കാലം വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം വന്നെത്തിയത് കൊണ്ട് കൂടിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമസ്ത ഈ യാത്ര കാസർഗോഡ് അല്ലെങ്കിൽ കർണാടകയിൽ എത്തുമ്പോഴേക്ക് വീണ്ടും രണ്ടായി പിളരുമോ എന്ന ചോദ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ലീഗ് അനുകൂല വിഭാഗം എന്ന് പറയുന്ന ആളുകൾക്ക് ഈ കൃത്യമായും സമസ്തയെ അവർക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ സമസ്തയെ പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് സമസ്തയെ സംരക്ഷിക്കുന്നതിന് ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് അവസരമൊരുക്കുക എന്നുള്ളതാണ്. ഇവരിങ്ങനെ അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയും രാഷ്ട്രീയക്കാരുടെ ഔദ്യോഗിക അനുമതിക്ക് വേണ്ടി എല്ലാ വിഷയത്തിനും കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വീണ്ടും വീണ്ടും സമസ്തയിൽ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സമസ്തക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ഇത്തരത്തിൽ കേരള മുസ്ലിമീങ്ങളെ, സുന്നികളെ വീണ്ടും രണ്ടായും മൂന്നായും തിരിക്കുന്ന ജോലി ചെയ്യുന്നവരായി ഇവർ മാറിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവർക്ക് രാഷ്ട്രീയവും ദുനിയാവുമാണ് വലുതെങ്കിൽ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, ഇവർക്ക് ദുനിയാവും രാഷ്ട്രീയവുമാണ് വലുതെങ്കിൽ അവർ അത്തരത്തിൽ പ്രവർത്തിച്ചു കൊള്ളട്ടെ. തീർച്ചയായും അതിന് നമ്മുടെ രാജ്യത്ത് അവർക്കതിനുള്ള അവസരമുണ്ട്. പക്ഷേ അവർക്ക് ദീനും അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ വളർത്തലും പണ്ഡിതന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച്
സമസ്തയിൽ തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അവർ സമസ്തയിൽ മുന്നോട്ട് പോകുക. അല്ലാതെ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ദുനിയാവ് വളർത്തുവാൻ വേണ്ടിയും പത്രത്തിൽ പേര് വരാൻ വേണ്ടിയും അല്ലെങ്കിൽ ചാനലിൽ വിളിച്ചു പറയാൻ വേണ്ടിയും ഒക്കെ സമസ്തയെ നിങ്ങൾ കൊച്ചാക്കുന്നത് ഇനിയെങ്കിലും നിർത്തണമെന്ന് ഇത്തരക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.